ഞാനുണ്ടാക്കിയ ചെറിയ സ്പ്രെയർ മെഷീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായി ഫർണിച്ചറുകളിൽ ചെളി ഉണങ്ങിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുരണ്ടിക്കളയണം. പഴയ ഫർണിച്ചറാകുമ്പോൾ കൂടുതൽ ചെളിയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 200-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് മുഴുവൻ ക്ലീൻ ചെയ്യുക. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കളർ പോയിട്ടുണ്ടെങ്കിൽ റോസ്വുഡിൻ്റെയോ തേക്കിൻ്റെയോ കളർ കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ച് പുരട്ടി കൊടുക്കുക. കളർ പോയ ഭാഗങ്ങളിൽ ഈ കളർ പുരട്ടി കൊടുക്കുക. ഉണങ്ങിയ ശേഷം സാൻഡിങ് സീലർ കോട്ടൺ വേസ്റ്റ് കൊണ്ട് പുരട്ടി കൊടുക്കുക. സാൻഡ് പേപ്പർ കൊണ്ട് ഉരസുമ്പോഴുണ്ടാകുന്ന പോറലുകൾ മാറ്റുന്നതിനാണിത്. ഇത് ഒരു ഡയറക്ഷനിൽ മാത്രം പുരട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് മോഡിഫൈ ചെയ്തുണ്ടാക്കിയ സ്പ്രെയർ. അതവിടെ കണക്ട് ചെയ്യുക. ചെറിയ ഗണ്ണാണിത്. ഇതിലേക്ക് സ്ലീക്ക് എക്സ്റ്റീരിയർ ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷാണ്. തിളക്കം വേണ്ടവർക്ക് ഗ്ലോസി വാങ്ങി ഉപയോഗിക്കുക. ഇത് കുറച്ച് ഒരു പാത്രത്തിൽ എടുത്ത ശേഷം NC തിന്നർ SP58 ചേർക്കുക. (20 മുതൽ 25% വരെ തിന്നർ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കുക. ബ്രഷ് കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ സ്പ്രേ ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യണം. അതിനാൽ ആവശ്യത്തിന് ഡൈല്യൂട്ട് ചെയ്യണം. ഇനി ഗണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം 6 മുതൽ 8 ഇഞ്ച് വരെ അകലത്തിൽ പിടിച്ച് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പോൾ എയറിൻ്റെ അളവ്, പെയിൻറ്റിൻ്റെ അളവ് എന്നിവ സ്പ്രേ ഗണ്ണിൽ അഡ്ജസ്റ്റ് ചെയ്യണം. വലിയ സ്പ്രേ ഗണ്ണിനേക്കാളും കുറെ കൂടി ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് പെയിൻറ്റ് നഷ്ടമുണ്ടാവില്ല. ഫർണിച്ചറുകളൊക്കെ സ്പ്രേ ചെയ്യുന്നതിന് ഇത് വളരെ സഹായകരമാണ്. സ്പ്രേ ചെയ്യാൻ വളരെ സ്കിൽ ഇല്ലാത്ത ആളുകൾക്ക് പോലും ഇത് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.